അവിടുന്ന് വരുമ്പോൾ ഇവിടെ നിർത്തിയിരുന്നു ഒരു ഇന്നോവ വണ്ടി വന്നിട്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് അവനെ പിടിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് അവിടെ ബിസിനസ്സാണ്. സാമ്പത്തിക പ്രശ്നം ഉണ്ടോയെന്ന് അറിയില്ല, അതെന്താണെന്നും അറിയില്ല. എല്ലാം പോലീസിൽ പറഞ്ഞിട്ടുണ്ട്, പോലീസ് കംപ്ലൈൻറ്റ് ചാർജ് ചെയ്തിട്ടുണ്ട്. മലപ്പുറം പോലീസും കൊല്ലം റൂറൽ പോലീസും നടത്തിയ സംയുക്ത പരിശോധനയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഏതാണ്ട് 1.5 ദിവസം നീണ്ടുനിന്ന ആശങ്കയ്ക്ക് ഇതോടുകൂടി പൂർണ്ണവിരാമമായി. ഷമീറിനെ മോചിപ്പിക്കാൻ സാധിച്ചു. പ്രതികളിൽ 2 പേരൊഴിച്ച് ബാക്കിയുള്ള ആൾക്കാരെ എല്ലാം തന്നെ പിടികൂടാൻ സാധിച്ചു. 2 പേരിൽ ഒരാൾ പുല്ലൂർ സ്വദേശിയാണ്. അയാളും മറ്റൊരാളും ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. നേരത്തെ മലപ്പുറം പോലീസിന് ഇവരെ ഈ ഷമീറുമായിട്ടുള്ള സംഘം കൊല്ലം റൂറൽ മേഖലയിലേക്ക് എത്തിയെന്നുള്ള വിവരം ലഭിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊല്ലം റൂറൽ എസ് പിക്ക് വിവരങ്ങൾ കൈമാറിയത്. ആ റൂറൽ എസ് പി ഡാൻസ് ഓഫ് ടീമിനെ കൂടി ഈ അന്വേഷണത്തിൽ നിയോഗിക്കുകയായിരുന്നു. അങ്ങനെ ഇന്ന് രാവിലെയോടുകൂടി പ്രതികൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ കുരുവിക്കോണത്ത് വെച്ച് തടഞ്ഞു നിർത്തി പരിശോധിച്ചു. അങ്ങനെയാണ് ഷമീർ ആ വാഹനത്തിലുണ്ട് എന്ന് മനസ്സിലാവുകയും ഷമീറിനെ മോചിപ്പിക്കുകയും ചെയ്തത്. അതിനുശേഷം പ്രതികളുമായി മലപ്പുറത്തേക്ക് അന്വേഷണ സംഘം മടങ്ങുകയും ചെയ്തു. ചൊവ്വാഴ്ച രാത്രി പ്രവാസി വ്യവസായിയായ ഷമീറിനെ കാണാതായ ആ നിമിഷം മുതൽ CCTV ദൃശ്യങ്ങളും മറ്റ് തെളിവുകളുമൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് സംഘം. പ്രത്യേക അന്വേഷണ സംഘം കൊല്ലം റൂറൽ എസ് പിക്ക് വിവരങ്ങൾ കൈമാറി. കൊല്ലത്തുണ്ടെന്ന് സ്ഥിരീകരിക്കുന്നു. അങ്ങനെ പ്രതിയെ ഇന്ന് രാവിലെയോടുകൂടി പിടികൂടുന്നു. സാമ്പത്തിക ഇടപാട് തന്നെയാണ് ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. കൊല്ലം റൂറൽ പോലീസിൻ്റെ നമ്മുടെ മലപ്പുറം പോലീസിൻ്റെ ജോയിൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷനിൽ ഇവരെ ഇൻ്റർസെപ്റ്റ് ചെയ്യാനും അങ്ങനെ വിക്ടിമിനെ സേഫായിട്ട് പ്രതികളെ കോഴിക്കോടേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന നടപടി നടന്നു. പൊന്നാനി സ്വദേശി അഫ്സൽ, ചാവക്കാട് സ്വദേശികളായ ഹംഷീർ, മുസ്തഫ, ഷംസീർ, കൊട്ടാരക്കര സ്വദേശികളായ മുഹമ്മദ് നൈഫ്, ഷഹീർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ ഒരാളായിരുന്ന അംഷീർ ഷമീറിന്റെ മുൻ സ്റ്റാഫായിരുന്നു. പിരിച്ചുവിടപ്പെട്ട അംഷീറിന് ഷമീറിനോട് വിരോധമുണ്ടായിരുന്നു. ഷമീർ ഇപ്പോൾ സുരക്ഷിതനാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല. രാത്രി തന്നെ നമ്മളുടെ സ്പെഷ്യൽ ടീം വർക്ക് ചെയ്ത് തുടങ്ങി. കൃത്യമായിട്ടുള്ള ഫോളോ അപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. സമാനമായ രീതിയിൽ മലപ്പുറം കൊണ്ടോട്ടിയിലും ഇത്തരത്തിൽ ഒരു തട്ടിക്കൊണ്ടുപോകൽ നടന്നിരുന്നു. അപ്പോൾ അത്തരത്തിൽ സ്വർണ്ണക്കടത്ത് ബന്ധവും ഹവാല ഇടപാടുമെല്ലാം ഇങ്ങനെയുള്ള ഒരു തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലുള്ളത് പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരികയാണ്. എന്തായാലും ഷമീറിനെ മോചിപ്പിച്ചത് നാടിനും നാട്ടുകാർക്കും വലിയ ആശ്വാസമായി. ഒപ്പം തന്നെ പ്രതികളെ കേന്ദ്രീകരിച്ച കൂടുതൽ അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത്. നിർണായക ദൃശ്യങ്ങൾ കൂടി മാതൃഭൂമി ന്യൂസ് ഈ ദുരോധനവുമായി ബന്ധപ്പെട്ട് പുറത്തുവിടുകയും ചെയ്തിരുന്നു. കൊല്ലത്ത് നിന്ന് കണ്ണൻ നായർക്കൊപ്പം അരുണ മൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.